ഹലോ. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വൈകുന്നേരത്തിന് നല്ല അടിപൊളി ഉഴുന്നുവട ആക്കി മാറ്റാം. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഇഡ്ഡലിയൊക്കെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച് ഇഡ്ഡലിലോട്ട് നമുക്ക് 2 കയ്യിൽ കടലമാവ് ചേർക്കാം. ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ, കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ മിക്സ് ചെയ്ത ഇഡ്ഡലിയുടെ ബാറ്റർ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയ ജീരകവും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇന്ന് വടയുടെ ഷേപ്പിലോട്ട് മാറ്റി നല്ല തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ബാക്കിയൊക്കെ വന്നാൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അതപ്പോൾ നമ്മളെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അതിലോട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടെ നോക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചെറിയുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ടും കൂടെ റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇനി നന്നായി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വറ്റൽമുളകും കൂടെ അതിലോട്ട് ചേർത്ത് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയും സമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.